ഹരിശ്രീഗണപതയേ നമഃ. ഹവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 61-ാമത്തെ സർഗം മധുവനഭംഗം. കവികൾ മധുവനത്തിലേക്ക് കടന്ന് തകർക്കുന്നു. തഥോ ജാമ്പവതോ വാക്യം അഗ്രഹ്ണന്തവനൗഗസ അംഗദ പ്രമുഖ വീര ഹനുമാംശ്ച മഹാകവിഹേ. കവിവീരനായ ഹനുമാനും അംഗദൻ മുതലായ വാനരശ്രേഷ്ഠന്മാരും ജാമ്പവാന്റെ വാക്യം അംഗീകരിച്ചു. പ്രീതിമന്തസ്തത സർവേ വായുപുത്രപുരസ്സരാഹ മഹേന്ദ്രാദിം പരിത്യജ്യ പുപ്ലുവോ പ്ലവകർഷഭാഃ മേരുമന്തരസംഘാശാമത്ത ഇവ മഹാഗജാഃ ചാദയന്ത ഇവാകാശം മഹാകായ മഹാബലാഃ സഭാജ്യമാനം ഭൂതേസ്തം ആത്മവന്തം മഹാബലം ഹനുമന്തം മഹാവേഗം വഹന്ത ഇവ ദുഷ്ടുഭിഃ രാഘവേ ചാർത്തനിർവൃത്തിം കർത്തും ച പരമം യശഃ സമാദായ സമൃദ്ധാർത്ഥ കർമ്മസിദ്ധിഭിരുന്നതാഃ പ്രിയാഖ്യാനപരാ സർവേ യുദ്ധാഭിനന്ദിന സർവേ രാമപ്രതീകാരേ നിശ്ചിതാർത്ഥ മനസ്സിന. മഹാമനസ്കരായ വാനരന്മാർ സംപ്രീതരായ ഭൂതങ്ങളാൽ പ്രശംസിക്കപ്പെട്ടവനും മഹാബലവാനും വേഗവാനും ജ്ഞാനവാനുമായ ഹനുമാനെ ദൃഷ്ടികളാൽ വഹിച്ചുകൊണ്ട് പോകുന്നവരെ പോലെ മുന്നിലാക്കി. മഹേന്ദ്രപർവ്വതത്തിൽ നിന്നും ചാടി മഹാമേരു, മന്ദരം എന്നീ പർവ്വതങ്ങൾ പോലുള്ളവരും മതയാനെ പോലെയുള്ളവരും രാജകാര്യ നിർവഹണത്തിൽ സുചിന്തിതരായി പ്രവർത്തിച്ച് വിജയം വരിച്ച് യശസ്സാർജിച്ചവരുമായവർ ആകാശം മറിക്കും വിധം ഉയർന്നു. മംഗളവാർത്ത നിവേദനത്തിന് ബന്ധപ്പെടുന്നവരും യുദ്ധം ചെയ്യാൻ കൊതിപൂണ്ടവരും രാമനോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിൽ ഉത്സാഹിതരുമായിരുന്നു ആ വാനരവീരന്മാർ. പ്ലവമാനാഗമാപ്ലുത്യ തതസ്തേ കാനനൗഗസ നന്ദനോപമമാസേ ദുർവനം ദ്രുമലതായുധം. ആകാശത്തിലേക്ക് ഉയർന്നു സഞ്ചരിക്കുന്ന ആ വാനരന്മാർ പിന്നീട് വിഷലതാദികൾ തിങ്ങി നിൽക്കുന്ന നന്ദനോദ്യാന സമാനമായ ഒരു വനത്തിൽ എത്തി. യത്തന്മധുവനം നാമ സുഗ്രീവസ്യാഭിരക്ഷിതം അദൃശ്യം സർവഭൂതാനാം സർവഭൂതമനോഹരം. ആർക്കും പ്രവേശിക്കാൻ കഴിയാത്തതും സർവ്വജീവജാലങ്ങൾക്കും മോഹമുളവാക്കും വിധം മോഹനവും വേണ്ടും വിധം സംരക്ഷിക്കപ്പെടുന്നതുമായത് സുഗ്രീവന്റെ മധുവനമാണ്. യദ്രക്ഷതി മഹാവീര്യ സദാ ദതിമുഖഭിഃ മാതുലകവിമുഖ്യസ്യ സുഗ്രീവസ്യ മഹാത്മന. വാനരരാജാവും മഹാത്മാവുമായ സുഗ്രീവന്റെ അമ്മാവനും വീര്യശാലിയുമായ ദതിമുഖൻ എന്ന വാനരൻ ആ വനം സംരക്ഷിച്ചു വരുന്നു. തേ തദ് വനമുപാഗമ്യ ബഭൂവൂപരമോത്കടാഃ വാനരാ വാനരേന്ദ്രസ്യ മനഃകാന്തം മഹാവനം. വാനരേന്ദ്രന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മഹാവനം കണ്ട് ഉത്സാഹഭരിതരായി തീർന്ന വാനരന്മാർക്ക് അടക്കാനാവാത്ത കൊതിയൂറി. തതസ്തേ വാനരാ ഹൃഷ്ട ദൃഷ്ട്വാ മധുവനം മഹത് കുമാരമഭ്യയാജന്ത മധൂനി മധുപിംഗളാഃ. തേൻ പോലെ പിംഗളവർണ്ണത്തോടുകൂടിയ വാനരന്മാർ ആ മധുവനം കണ്ട് ആനന്ദഭരിതരായി. യുവരാജാവായ അംഗദനോട് മധുപാനം ചെയ്യുവാൻ അനുവാദം നൽകണം എന്ന് അപേക്ഷിച്ചു. തതകുമാരസ്ഥാൻ വൃദ്ധാൻ ജാമ്പവത് പ്രമുഖാൻ ഗവീൻ അനുമാന്യ ദദോ തേഷാം നിസർഗം മധുഭക്ഷണേ. അംഗദൻ ജാമ്പവാൻ മുതലായ വൃദ്ധവാനരന്മാരെ സമ്മതിപ്പിച്ച ശേഷം അവർക്ക് വനത്തിൽ കടന്ന് മധുപാനം ചെയ്യാൻ അനുവാദം നൽകി. അംഗദൻ ജാമ്പവാൻ മുതലായ വൃദ്ധവാനരന്മാരെ സമ്മതിപ്പിച്ച ശേഷം അവർക്ക് വനത്തിൽ കടന്ന് മധുപാനം ചെയ്യാൻ അനുവാദം നൽകി. തതശ്ചാനുമത സർവേ സംപ്രഹൃഷ്ടാത്മനൗഗസ മുദിതാശ്ചാതകേചിത് പ്രനൃത്യന്തോഭവംസ്തദാ. അനുവാദം ലഭിച്ചതോടെ ആദ്യമേ തന്നെ സന്തുഷ്ടരായ വാനരന്മാരുടെ ആനന്ദം അളവറ്റതായി തീർന്നു. അതോടെ ചിലർ കൂത്താടുവാൻ തുടങ്ങി. ഗായന്തി കേചിത് പ്രണമന്തി കേചിത് നൃത്യന്തി കേചിത് പ്രഹസന്തി കേചിത് പതന്തി കേചിത് വിചരന്തി കേചിത് പ്ലവന്തി കേചിത് പ്രളഭന്തി കേചിത്
ചിലർ പാടുന്നു, ചിലർ നമസ്കരിക്കുന്നു, ചിലർ നൃത്തം ചെയ്യുന്നു, ചിലർ ചിരിക്കുന്നു, ചിലർ താഴെ വീഴുന്നു, ചിലർ നാലുപാടും ഓടുന്നു, ചിലർ ചാടി ചാടി കുതിക്കുന്നു, ചിലർ എന്തെല്ലാമോ പറയുന്നു. പരസ്പരം കേചിതുഭാഷയന്തേ പരസ്പരം കേചിതുപാക്രമന്തേ പരസ്പരം കേചിത് ഉപബ്രുവന്തേ പരസ്പരം കേചിത് ഉപാരമന്തേ. ചിലർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നു, ചിലർ തമ്മിൽ പിടിച്ച് തള്ളുന്നു, ചിലർ തമ്മിൽ ബഹളം കൂട്ടുന്നു, ചിലർ തമ്മിൽ ചേർന്ന് കളിക്കുന്നു. ദ്രുമാൾ ദ്രുമം കേചിദഭിദ്രവന്തേ ഷിതോ നഗാഗ്രാ നിബതന്തി കേചിത് മഹീതലാൾ കേചിദുദീർണവേഗ മഹാദ്രുമാഗ്രാണ്യ അഭിസംബദന്തി. ചിലർ മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് ചാടുന്നു, ചില വൃക്ഷാഗ്രങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് കുതിച്ചു ചാടുന്നു, ചില താഴെ നിന്ന് മേൽപോട്ട് ചാടി വൃക്ഷാഗ്രങ്ങളിൽ ചെന്ന് നിൽക്കുന്നു. ഗായന്ത്യമന്യ പ്രഹസന്നുപൈതി ഹസന്തം മന്യ ഗായന്ത്യമന്യ പ്രഹസന്നുപൈതി ഹസന്തമന്യ പ്രരുദന്നുപൈതി രുദന്തമന്യ പ്രണുതന്നുപൈതി നുനന്ദമന്യ പ്രണതന്നുപൈതി. പാടിക്കൊണ്ടിരിക്കുന്ന ഒരുവൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരുവൻ വരുന്നു, ചിരിക്കുന്നവൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഒരുവൻ വരുന്നു, കരയുന്നവനെ അടുത്തെത്തിയ മറ്റൊരുവൻ പിടിച്ച് ഇളക്കിക്കൊണ്ടിരിക്കുന്നു, ഇളക്കുന്നവരോട് മറ്റൊരുവൻ കയർത്തുകൊണ്ട് അടുക്കുന്നു. സമാകുലം തത് കപിസൈന്യമാസേത് മധുപ്രഭാനോത്കടസത്വജ്യേഷ്ഠം ന ചാത്ര കശ്ചിത് ന ബഭൂവ മത്തോ ന ചാത്ര കശ്ചിത് ന ബഭൂവ തൃപ്ത. ആ വാനരപ്പടം മുഴുവൻ മദ്യപാനത്താൽ നിലതെറ്റി താറുമാറായി തീർന്നു. അവരിൽ ലഹരിയില്ലാത്തവനോ സംതൃപ്തനാകാത്തവനോ ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. തതോപനം തത്പരിവക്ഷ്യമാണം ധ്രുവാംശവിധ്വംസിതപത്രപുഷ്പാൻ സമീക്ഷ്യ കോപാദതിവക്ത്രനാമ നിവാരയാമാസ കവിംസ്ഥാൻ. വാനരന്മാർ മരങ്ങളുടെ ഇലകളും പൂക്കളും ഊരിയും പൊട്ടിച്ചും വനമാകെ നശിപ്പിക്കുന്നത് കണ്ട് ദതിവക്ത്രൻ എന്ന വാനരൻ കോപിച്ച് ആ വാനരന്മാരെ തടഞ്ഞു. സദൈ പ്രവൃദ്ധേ പരിവർത്തുമാനോ വനസ്യ ഗോപ്ത ഹരിവീരവൃദ്ധ ചകാരഭൂയോ മതിമഗ്രതേജ വനസ്യ രക്ഷാം പ്രതിവാനരേഭ്യ. വാനരവൃദ്ധനും ഉഗ്രപരാക്രമിയും തോട്ടം കാവൽക്കാരനുമായ അവനെ ബോധം കെട്ട് അക്രമം കാണിക്കുന്ന വാനരന്മാർ പലവിധത്തിൽ അപമാനിച്ചു. അവരിൽ നിന്ന് തോട്ടം രക്ഷിക്കാനുള്ള ഉപായമെന്തെന്ന് അവൻ വീണ്ടും ആലോചിച്ചു. ഉവാചകാശ്ചിത് പരുഷാണി ദുഷ്ടം അസക്തമന്യം ചതലേ ജഗാന സമീത്യ കശ്ചിത് കലഹം ജഗാര തദൈവ സാംനോപ ജഗാമകാംശ്ചിത്. ചിലരെ ചീത്തവാക്കുകളാൽ അധിക്ഷേപിച്ചു, മറ്റു ചിലരെ ചവിട്ടി, ചിലരുടെ ഇടയിൽ കിടന്ന് കലഹിച്ചു, ചിലരോട് നല്ല വാക്കു പറഞ്ഞ് അപേക്ഷിച്ചു. സദൈർ മഥാസപരിവാര്യവാക്യേർ ബലാച്ച മധോ പരിവാര്യമാണേ സദൈർമദാസംപരിവാര്യവാക്യേർ ബലാച്ചതേന പ്രതിവാര്യമാണേ പ്രദർശിതസ്തക്തവയേ സമേത്യ പ്രഗൃഹ്യതേ ചാപ്യനവേക്ഷ്യ ദോഷം. ചെയ്യുന്നത് കുറ്റമാണെന്ന് തന്നെ അറിയാതെ അക്രമം ചെയ്യുന്ന വാനരന്മാരെ അവൻ ബലവും അധികാരവും ഉപയോഗിച്ച് തടഞ്ഞപ്പോൾ അവർ ഒന്നിച്ചു ചേർന്ന് വളഞ്ഞ് കരുത്തുകൊണ്ടും മരം കൊണ്ടും അവൻ്റെ മേൽ ചാടി വീണ് വലിച്ചിഴച്ചു. നഖൈസ്തുതന്തോ ദശനേ ദശന്തസ്ഥലേശ്ച വാദേശ്ച സമാഭയന്ത മഥാത് കവിം തം കവയഃ സമഗ്ര മഹാവനം നിർവിഷയം ചക്രു. വാനരന്മാരെല്ലാം അഹങ്കാരം മൂർച്ഛിച്ച് ദതിവക്ത്രനെ നഖം കൊണ്ട് മാന്തുകയും പല്ലുകൾ കൊണ്ട് കടിക്കുകയും ചെയ്തു. അങ്ങനെ വാനരപ്പട മഹാവനം ചവിട്ടിയും കടിച്ചും പൊട്ടിച്ചും കടിച്ചു തിന്ന് തകർത്ത് ശൂന്യമാക്കി. ഇത്യാശേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ ഏകഷഷ്ടിതമ സർഗഃ. 61ാമത്തെ സർഗം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.